അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുത്തബ്ബഖ് എന്നൊരു അറബിക് സ്നാക്കാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ഹീറ്റായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അതിലേക്ക് ഇടണം. എന്നതിന് ശേഷം നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് നമ്മൾ ഇടേണ്ടത്. ഇനി ഇതൊന്ന് നന്നായി വറുത്ത് വരുന്നതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ അതിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുള്ളത്. ഉള്ളിയും ഗാർലിക് പേസ്റ്റും ജിഞ്ചറും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 1/2 കിലോ കീമയാണ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. ചിക്കൻ്റെ മിൻസ് ചിക്കൻ അരച്ചത് അതിലേക്ക് ഇടുക. ഇനി നന്നായി അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ബ്ലാക്ക് പെപ്പറാണ് ഇടുന്നത്. എന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും അതിലേക്ക് ചേർക്കണം. നന്നായി ഇളക്കി വെക്കുക. എന്നതിന് ശേഷം അതിനെ നന്നായി മൂടി വെക്കണം ഒരു 2 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. 1 സ്പൂൺ മുളക് ചില്ലി പൗഡറും ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയുടെ പൗഡറും അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കുകയും വേണം. ഇനി അതിലേക്ക് തക്കാളിയുടെ ഉൾഭാഗം കളഞ്ഞ് പുറം ഭാഗം കുരുമില്ലാത്ത ഭാഗം ചെറിയായി ചോപ്പ് ചെയ്തിട്ട് അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കണം. എന്നതിന് ശേഷം മല്ലി ഇലയും പുതിനയും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കുക. എന്നതിന് ശേഷം ചിക്കൻ നന്നായി ഉടയുന്നവരെ തരിതരിയാവുന്നത് വരെ അതിനെ ഒരു ഭാഗത്ത് ഇളക്കി മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ 2 മുട്ട ചേർത്ത് നന്നായി അതിനെ മിക്സ് ചെയ്യുക. ഏകദേശം നമ്മുടെ മസാലയിൽ അത് നന്നായി പിടിക്കുകയും വേണം. അതേകാലം ചിക്കനിലെ പീസുള്ള ചിക്കൻ നന്നായി ഉടയുകയും വേണം. ആ രൂപത്തിൽ അതിനെ നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കുഴച്ച് ഉപ്പും അല്പം നെയ്യും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് ഇതാക്കി വെക്കുക. 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ഇതിനെ ചപ്പാത്തിക്ക് പരത്തുന്ന രൂപത്തിൽ നന്നായി പരത്തുക. അല്പം വലുപ്പത്തിൽ പരത്തിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡും ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. ഇതേപോലെ എല്ലാ മാവും നന്നായി പരത്തിയെടുക്കുക. ഇനി നമ്മൾ പരത്തി വെച്ച ഫ്ലവറിൽ ആദ്യം കുറച്ച് ചീസ് ഇടുക. അടിയിൽ ചീസ് കുറച്ച് മാത്രം മതി. ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് മാത്രമേ ഇടാൻ പാടുള്ളൂ, കൂടുതൽ അത് ഇടരുത്. ഇതേപോലെ പരത്തി ഒരു സൈഡിൽ നടുക്ക് മാത്രം ഇടുക. എന്നതിന് ശേഷം ഇതിനെ
ഫ്ലവറിൻ്റെ ഒരു സൈഡ് മാത്രം മടക്കുക. അതേപോലെ മറുഭാഗവും അതേപോലെ മടക്കി അതിനെ സ്ക്വയർ രൂപത്തിൽ രണ്ട് സൈഡിലും ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ എല്ലാം നമ്മൾ ഇതേപോലെ ചെയ്ത് മാറ്റി വെക്കണം. ഇതുപോലെ എല്ലാം ശരിയാക്കിയതിനു ശേഷം ഒരു ഫ്രൈ പാനിലിട്ട് ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു സ്പൂൺ നെയ്യാണ് ഇട്ടിട്ടുള്ളത്. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ തയ്യാറാക്കിയ മക്തൂബക്കുള്ള സ്റ്റഫിങ് അതിൽ വെച്ച് മറിച്ചിടുകയും അതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിനെ ചൂടാക്കിയെടുക്കണം. അതേപോലെ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങ് മറിച്ചിടുക. ഇപ്പോൾ നമ്മളുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.